നമസ്കാരം. MTGയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഒരു കൊറോണ എന്ന മഹാവ്യാധി മൂലം 10ാം ക്ലാസ് പരീക്ഷ കഴിഞ്ഞ് കുട്ടികൾ വീട്ടിലിരിക്കുകയാണ്. +1 ക്ലാസ്സുകൾ എന്ന് ആരംഭിക്കുമെന്നോ ഒന്നും യാതൊരു ഐഡിയ ഇല്ലാതിരിക്കുകയാണ് നമ്മൾ. അപ്പോൾ ആ സാഹചര്യത്തിൽ നമുക്ക് ഓൺലൈൻ ക്ലാസ്സുകളാണ് പ്രയോജനപ്പെടുക. അപ്പോൾ അതിൻ്റെ ഭാഗമായി നമ്മളും ഓൺലൈൻ ക്ലാസ്സുകൾ ആരംഭിച്ചു കഴിഞ്ഞായിരുന്നു. അപ്പോൾ നമുക്ക് +1 ക്ലാസ്സിലേക്കുള്ള ഓൺലൈൻ ക്ലാസ്സുകൾ നമ്മൾ ആരംഭിക്കുകയാണ്. നമ്മൾ ഓൺലൈൻ ലൈവ് ക്ലാസ്സുകളും ചെയ്യുന്നുണ്ട്. ഇപ്പം നമുക്ക് ഈ +1 ക്ലാസ്സിലേക്കുള്ള കുറച്ച് റെക്കോർഡ് ചെയ്ത ക്ലാസ്സുകൾ, യൂട്യൂബിലേക്ക് റെക്കോർഡ് ചെയ്ത ക്ലാസ്സുകൾ നമ്മൾ ചെയ്യുകയാണ്. അപ്പോൾ +1ൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, ഇപ്പോൾ സ്റ്റേറ്റ് സിലബസ് പഠിച്ച കുട്ടികൾ കാണും, അതുപോലെ തന്നെ CBSE സിലബസ് പഠിച്ച കുട്ടികൾ കാണും. ഇപ്പോൾ ഏത് സിലബസിൽ പഠിച്ചവരായാലും നമുക്കിനി +1ലേക്ക് പോകുമ്പോൾ +1ലും സ്റ്റേറ്റും CBSEയിൽ പോവുകയാണെങ്കിലും നമുക്ക് ഒരേ സിലബസ് തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. സ്റ്റേറ്റും CBSEയും സെയിം സിലബസ് തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. അതായത് NCERT സിലബസ് ആണ് ഫോളോ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ രണ്ട് കൂട്ടരുടെയും ടെക്സ്റ്റുകൾ സെയിം തന്നെയാണ്. CBSE ആയാലും സ്റ്റേറ്റ് ആയാലും സെയിം ടെക്സ്റ്റ് ബുക്ക് തന്നെയാണ് രണ്ട് കൂട്ടരും പഠിക്കുന്നത്. അപ്പോൾ അതിൽ എന്നാൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേണിൽ മാത്രമേ ചെറിയ വ്യത്യാസമുള്ളൂ. ബാക്കിയെല്ലാം സെയിം ആണ്. പിന്നെ CBSE കുട്ടികൾക്കാണെങ്കിൽ ഫസ്റ്റ് ഇയർ എക്സാം സ്കൂളിൽ തന്നെയായിരിക്കും, സ്കൂൾ നടത്തുന്ന എക്സാം തന്നെയായിരിക്കും. എന്നാൽ സ്റ്റേറ്റിലാണെങ്കിൽ ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും ബോർഡ് എക്സാമാണ്. അപ്പോൾ ആ 2 വർഷത്തെ ഫസ്റ്റ് ഇയറിൻ്റെ സെക്കൻഡ് ഇയറിൻ്റെ മാർക്ക് ആഡ് ചെയ്തായിരിക്കും നമ്മൾ ഫൈനൽ മാർക്ക് വരുന്നത്. എന്നാൽ CBSEയിലാണെങ്കിൽ അവർ സെക്കൻഡ് ഇയറിലെ മാർക്ക് മാത്രമാണ് നോക്കുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് കുട്ടികൾ കൂടുതൽ സീരിയസ് ആയിട്ട് പഠിക്കണം, CBSEക്കാർ പഠിക്കേണ്ടെന്നല്ല. നമ്മളിന്ന് +1 മാത്തമാറ്റിക്സ് ആണ് തുടങ്ങാൻ പോകുന്നത്. മാത്തമാറ്റിക്സിലെ +1ൽ 16 ചാപ്റ്ററാണ് പഠിക്കാനുള്ളത്. എന്നാൽ അത്ര വലിയ പ്രയാസം ഫസ്റ്റ് ഇയറിലില്ല, പഠിച്ചെടുക്കാവുന്ന കാര്യങ്ങളൊക്കെ ഉള്ളൂ. സെക്കൻഡ് ഇയറിലാണെങ്കിൽ 2 ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്. ഫസ്റ്റ് ഇയറിൽ 1 ടെക്സ്റ്റ് ബുക്കേ ഉള്ളൂ. സെക്കൻഡ് ഇയറിൽ മാത്തമാറ്റിക്സ് 2 ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്. രണ്ടിലും കൂടെ ചേർത്ത് 13 ചാപ്റ്ററേ ഉള്ളൂ. ഫസ്റ്റ് ഇയറിൽ 16 ചാപ്റ്റർ ഉണ്ട്. സെക്കൻഡ് ഇയറിൽ 2 ടെക്സ്റ്റ് ബുക്ക് കൂടെ ചേർത്ത് 13 ചാപ്റ്ററേ ഉള്ളൂ. എങ്കിലും ടോപ്പിക് ഒരുപാട് കൂടുതലാണ്, ലെങ്തി ആയിട്ടുള്ള ചാപ്റ്ററാണ് സെക്കൻഡ് ഇയറിലുള്ളത്. ഫസ്റ്റ് ഇയറിൽ അത്ര ലെങ്തി ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ഇല്ല. അപ്പോൾ +1ലെ 16 ചാപ്റ്ററിൽ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് സെറ്റ് എന്ന് പറയും. +1ൽ നമുക്ക് 16 ചാപ്റ്ററിൽ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് സെറ്റ് എന്നാണ് ചാപ്റ്ററിൻ്റെ പേര്. അതിൻ്റെ കണ്ടിന്യൂഷനാണ് സെക്കൻഡ് ചാപ്റ്റർ. അപ്പോൾ ഒരു വിഷയം നമുക്കിപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഈ കൊറോണയുടെ ഒരു പ്രശ്നം ഉള്ളത് കൊണ്ട് നമുക്ക് ചിലപ്പോൾ എക്സാമിന് എല്ലാ ചാപ്റ്ററും വേണ്ടി വരുമോ, സിലബസ് എങ്ങനെയൊക്കെ റിവൈസ് എന്നറിയത്തില്ല. അപ്പോൾ ഏതൊക്കെ ചിലപ്പോൾ ചില ചാപ്റ്റർ ഒഴിവാക്കി എങ്ങനെയാണെന്ന് നമുക്കറിയാൻ വയ്യ. പക്ഷെ നമ്മൾ എല്ലാ ചാപ്റ്ററും പഠിക്കുകയാണ്, നമ്മൾ ടെക്സ്റ്റ് ബുക്ക് ഫുള്ള് പഠിക്കുകയാണ്, ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കുകയാണ്. കാരണം നമുക്ക് കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ എഴുതേണ്ടതായിട്ടുണ്ട്. ഫസ്റ്റ് ഇയർ നന്നായിട്ട് പഠിച്ചെങ്കിൽ നീറ്റിൻ്റെയും അതുപോലെ എഞ്ചിനീയറിംഗ് ആയാലും ഒക്കെ നമുക്ക് നല്ലപോലെ അറ്റൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് സ്കൂളിൻ്റെ ഇനി ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു പക്ഷേ ചാപ്റ്ററോ അല്ലെങ്കിൽ ടോപ്പിക്കൊക്കെ ഒഴിവാക്കിയത് കൊണ്ട് നമുക്ക് വലിയ പ്രയോജനം ചെയ്തില്ല. നമ്മൾ എല്ലാം പഠിക്കാൻ പറ്റുന്നതെല്ലാം നമ്മൾ മാക്സിമം പഠിക്കുക, അതാണ് നമുക്ക് നല്ലത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ കോമ്പറ്റേറ്റീവ് എക്സാമിനൊക്കെ നമുക്ക് നല്ല രീതിയിൽ അത് അറ്റൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്തായാലും ഫസ്റ്റ് ചാപ്റ്ററാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് സെറ്റ്സ് എന്ന് പറയും. അപ്പോൾ നിങ്ങൾ 10th വരെ പഠിച്ച ഒരു ചാപ്റ്ററുമായിട്ടും വലിയ ബന്ധമൊന്നും ഇല്ലാത്തതാണ്, ഒരു പുതിയൊരു ചാപ്റ്ററാണ് ഈ സെറ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കതിൻ്റെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കുറേ ടേംസും കുറച്ച് പുതിയ പുതിയ കാര്യങ്ങളാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ നിങ്ങൾ 10th വരെ പഠിച്ച ചാപ്റ്ററിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ഉണ്ട്. പക്ഷേ ഈ ചാപ്റ്റർ അതുമായിട്ട് ഒന്നും വലിയ ബന്ധമില്ലാത്ത ഒരു ചാപ്റ്ററാണ്, ഒരു പുതിയ ചാപ്റ്റർ തന്നെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ആദ്യം തന്നെ ഇതിനകത്ത് കുറച്ച് പ്രോബ്ലം എന്നതിലുപരി കുറച്ച് ഡെഫിനിഷൻസും
കുറച്ച് പുതിയ പുതിയ ടേംസും ഒക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾ പഠിക്കുന്നതിന് മുമ്പ്, ഈ ചാപ്റ്റർ പഠിക്കുന്നതിന് മുമ്പായിട്ട് നോട്ട്ബുക്കും ഒക്കെ തയ്യാറാക്കി വെക്കുക. നമുക്ക് ആവശ്യമുള്ള നോട്ട്സൊക്കെ നിങ്ങൾ എഴുതുക. ബാക്കി നമ്മളിവിടെ പറയുന്ന നോട്ട്സും കുറിച്ചെടുക്കുക. അങ്ങനെ ഒരു സിസ്റ്റമാറ്റിക്കായിട്ട് പഠിച്ചെങ്കിലേ പറ്റത്തുള്ളൂ. അപ്പോൾ +1 കയറിയത് കൊണ്ട് നിങ്ങൾക്ക് ഇച്ചിരി പ്രയാസമൊക്കെ ആദ്യം ഉണ്ടാകാം. അപ്പോൾ മലയാളം മീഡിയത്തിൽ പഠിച്ചവർ കാണും, ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ചവർ കാണും, സ്റ്റേറ്റ് സിലബസിൽ പഠിച്ചവർ കാണും, CBSE സിലബസിൽ പഠിച്ചവർ കാണും. എല്ലാവർക്കും ഇനി ഒരേപോലെ തന്നെയാണ്. അപ്പോൾ ആദ്യത്തെ ഒരു തുടക്കത്തിലുള്ള പ്രശ്നമേ ഉള്ളൂ എല്ലാവർക്കും. അത് കഴിഞ്ഞാൽ സ്മൂത്തായിട്ട് പൊക്കോളും, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്ക് ചാപ്റ്ററിലേക്ക് പോകാം. അപ്പോൾ എന്താണ് സെറ്റ് എന്ന് നോക്കാം. അപ്പോൾ സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളക്ഷൻ, ആ വേർഡ് മീനിങ് പോലെ തന്നെ ഒരു കൂട്ടം അല്ലെങ്കിൽ ഒരു കളക്ഷൻ എന്ന് തന്നെയാണ് അതിൻ്റെ മീനിങ്. പക്ഷേ ഇവിടെ ആ കളക്ഷൻ ഒരു പ്രത്യേകത ഉണ്ട്. ആ കളക്ഷൻ എന്ന് പറഞ്ഞാൽ വെൽ ഡിഫൈൻഡ് ആയിരിക്കണം, വ്യക്തമായി നിർവചിക്കപ്പെട്ടിട്ടുള്ള ഒരു കളക്ഷൻ ആയിരിക്കണം. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ 10th വരെ പഠിച്ച, നിങ്ങളിപ്പോൾ 10th Aയിലോ അല്ലെങ്കിൽ Bയിലോ Cയിലോ അല്ലെങ്കിൽ HO KO ഒക്കെ ഡിവിഷനിലായിരിക്കും പഠിച്ച്. നിങ്ങളുടെ ക്ലാസ്സിലെ കുട്ടികൾ എന്ന് പറയുന്നത് ഒരു കളക്ഷനാണ്. നിങ്ങളുടെ ക്ലാസ്സിലെ 10th ഡിവിഷനിലെ കുട്ടികൾ, അതൊരു കളക്ഷനാണ്. അതിപ്പോൾ നമുക്കൊരു സെറ്റാണെന്ന് പറയാം. അതുപോലെ നമ്മുടെ ക്ലാസ്സിൽ തന്നെ ബോയ്സിൻ്റെ കളക്ഷൻ, അതൊരു സെറ്റാണ്. ഗേൾസിൻ്റെ കളക്ഷൻ, അത് മറ്റൊരു സെറ്റാണ്. എന്നാൽ സെറ്റ് അല്ലാത്ത എന്താണ്? അപ്പോൾ ഞാൻ പറയും, അപ്പോൾ സെറ്റ് അല്ലാത്തത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇൻ്റലിജൻറ്റ് സ്റ്റുഡൻസ് ഇൻ ദ ക്ലാസ് നമ്മൾ പറയുന്നു. ഇൻ്റലിജൻറ്റ് സ്റ്റുഡൻസ് ഇൻ ദ ക്ലാസ്, ഒരു ക്ലാസ്സിലെ ബുദ്ധിമാന്മാരായ കുട്ടികൾ അങ്ങനെ പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ സമർത്ഥരായ കുട്ടികൾ എന്ന് പറയുകയാണെങ്കിൽ, നമുക്ക് ഇപ്പോൾ ഒരു അധ്യാപകൻ്റെ കാഴ്ചപ്പാടിൽ സമർത്ഥനായ കുട്ടി ആയിരിക്കത്തില്ല മറ്റൊരു അധ്യാപകൻ്റെ കാഴ്ചപ്പാടിൽ സമർത്ഥനായ കുട്ടി. അതുകൊണ്ട് സമർത്ഥരായ കുട്ടികളുടെ കളക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു വെൽ ഡിഫൈൻഡ് അല്ല, അതുകൊണ്ട് അതൊരു സെറ്റല്ല. അല്ലെങ്കിൽ ബ്യൂട്ടിഫുൾ ഗേൾസ് ഇൻ ദ ക്ലാസ്, അതും ഒരു കളക്ഷനല്ല, ഒരു സെറ്റല്ല. കാരണം ഒരാൾക്ക് ബ്യൂട്ടിഫുൾ ആണെന്ന് തോന്നുന്ന ആൾ അടുത്ത ആൾക്ക് ആവണമെന്ന് നിർബന്ധമില്ല. അതുപോലെ ഹാൻസം ബോയ്സ്, സെയിം റീസൺ തന്നെയാണ്. നമുക്ക് ഒരാളെ കാഴ്ചപ്പാടിൽ ഹാൻസമാണ് തോന്നുന്ന ആൾ അടുത്ത ആളുടെ കാഴ്ചപ്പാടിൽ അങ്ങനെ ആവണമെന്നില്ല. അതുകൊണ്ട് അതൊന്നും നമുക്ക് വ്യക്തമായി മെഷർ ചെയ്യാനുള്ള ഒരു മെത്തേഡില്ല. അതുകൊണ്ട് അതൊക്കെ എന്തല്ല, ഒരു വെൽ ഡിഫൈൻഡ് കളക്ഷൻ അല്ല. അപ്പോൾ അതൊന്നും സെറ്റിനകത്ത് നമ്മൾ ഉൾപ്പെടുത്തത്തില്ല. എന്നാൽ സെറ്റായിട്ട് വരും നമുക്ക് വേറെ ഒരുപാട് എക്സാമ്പിൾസ് എടുക്കാൻ പറ്റും. ഇപ്പോൾ നമ്മൾ മാത്സിനകത്ത് പറയുകയാണെങ്കിൽ, നമുക്കുള്ള നമ്പേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കറിയാം, നാച്ചുറൽ നമ്പേഴ്സ് അല്ലെങ്കിൽ എണ്ണൽ സംഖ്യകൾ എന്ന് പറയുന്നത്, എണ്ണൽ സംഖ്യകളുടെ കളക്ഷൻ, അതൊരു സെറ്റാണ് നമുക്ക്. അതായത് നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയും അല്ലേ, നാച്ചുറൽ നമ്പേഴ്സ് നമുക്കറിയാം. നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് 1, 2, 3 എക്സെട്ര എന്ന് പോകുന്ന ഈ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ കളക്ഷൻ എന്ന് പറയുന്നത് ഒരു സെറ്റാണ്. അല്ലെങ്കിൽ കൗണ്ടിങ് നമ്പേഴ്സ് എന്ന് പറയുന്നത് ഒരു സെറ്റാണ്. അതുപോലെ തന്നെ നമുക്ക് പറയാം ഹോൾ നമ്പേഴ്സ് അല്ലേ. ഹോൾ നമ്പേഴ്സ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ഹോൾ നമ്പേഴ്സ് 0, 1, 2, 3, അതും ഒരു കളക്ഷനാണ്, ഒരു വെൽ ഡിഫൈൻഡ് കളക്ഷനാണ്, അതൊരു സെറ്റാണ്. അതുപോലെ തന്നെ നമ്മളെ ആൽഫബറ്റ്സ് നോക്കുകയാണെങ്കിൽ നമ്മൾ വവൽസ്, അതുപോലെ കൺസോണൻസ് ഒക്കെ പറയുന്നുണ്ട്. വവൽസ് ഇൻ ദ ഇംഗ്ലീഷ് ആൽഫബറ്റ്സ് അല്ലേ. വവൽസ് എന്ന് പറയുന്നത് നമുക്കറിയാം AEIOU എന്ന് പറയുന്ന വവൽസ്, ഇത് ഒരു വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു കളക്ഷൻ തന്നെയാണ് അല്ലെ, വവൽസിൻ്റെ കളക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ സെറ്റാണ്. ഇതിനെയൊക്കെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്പേഴ്സിൻ്റെ കളക്ഷൻ ആകാം. നമ്പേഴ്സ് നമ്മളിപ്പോൾ നാച്ചുറൽ നമ്പർ, ഹോൾ നമ്പേഴ്സ് പറഞ്ഞു, ഇൻറ്റിജേഴ്സ് ഉണ്ട്, നിങ്ങൾ റാഷണൽ നമ്പേഴ്സ് പഠിക്കുന്നുണ്ട്, ഇറാഷണൽ നമ്പേഴ്സ് പഠിക്കുന്നുണ്ട്. അപ്പോൾ ഈ പറഞ്ഞതൊക്കെ എന്താണ്, ഒരു വെൽ ഡിഫൈൻഡ് കളക്ഷൻ ആയതുകൊണ്ട് അതൊക്കെ സെറ്റാണ്. അപ്പോൾ നമുക്ക് സെറ്റിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയാൻ ഇങ്ങനെയാണ്, സെറ്റ് ഈസ് എ വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് ഒബ്ജക്ട്സ് എന്നാണ് സെറ്റ് എൻ്റെ ഒരു ഡെഫിനിഷൻ എന്ന് പറയുന്നത്. സെറ്റ്സ് എന്ന് പറയുന്നത് പ്ലൂറലാണ്, സെറ്റ് എന്ന് പറയുന്നത് സിംഗുലർ. അപ്പോൾ സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് സെറ്റ് എന്ന് ചോദിച്ചാൽ, എ സെറ്റ് ഈസ് എ, ഇങ്ങനെയാണ്, സെറ്റ് ഈസ് എ വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് ഒബ്ജക്ട്സ് എന്നാണ്. ഡിസ്റ്റിങ്ക്റ്റ് ഒബ്ജക്ട്സ്, അതായത് ഒബ്ജക്ട്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ഈ നിൽക്കുന്ന ഓരോന്നും ഒബ്ജക്റ്റുകളാണ്. 1 ഒരു ഒബ്ജക്റ്റാ, 2. അപ്പോൾ ഒബ്ജക്റ്റ് എന്നോ നമ്മൾ എലമെൻ്റ് എന്നോ നമ്മൾ എൻട്രി എന്നോ ഒക്കെ പറയും. അപ്പോൾ ഇതെല്ലാം ഡിഫറൻ്റ് ആയിരിക്കണം. 1, 2, 3 ഇത് റിപ്പീറ്റ് ചെയ്യരുത്. ഒരു എലമെൻറ്റ് ഒരു തവണയേ വരാവൂ.
അപ്പോൾ ആ ഒരു കളക്ഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് സെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ സെറ്റ് ഈസ് എ വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് ഒബ്ജക്ട്സ്. അപ്പോൾ ഒബ്ജക്ട്സ് ഉദ്ദേശിക്കുന്നത് ഇവിടെ നിൽക്കുന്ന എലമെന്റ്സ് അല്ലെങ്കിൽ അതിനെ മെമ്പർ അല്ലെങ്കിൽ പോയിന്റ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. എലമെന്റ്സ് എന്നോ മെമ്പർ എന്നോ പോയിന്റ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ അതാണ് സെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം അറിയേണ്ടത് സെറ്റിൻ്റെ ആ ഡെഫിനേഷൻ. എ സെറ്റ് ഈസ് എ വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് ഒബ്ജക്ട്സ്. ഡിസ്റ്റിങ്ക്റ്റ് ആയിരിക്കണം, ഡിഫറൻ്റ് ആയിരിക്കണം, എല്ലാം ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഒബ്ജക്ട്സ്, ആ എലമെന്റ്സ് അവരുടെ ഒരു കളക്ഷനെയാണ്. ആ കളക്ഷൻ വെൽ ഡിഫൈൻഡ്, അതാണ് നമ്മൾ അറിയേണ്ടത്. വെൽ ഡിഫൈൻഡ് കളക്ഷൻ, അതാണ് മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കണം. വെൽ ഡിഫൈൻഡ് ആയിരിക്കണം. എന്തെങ്കിലും ആയാൽ പോരാ, എന്തിൻ്റെങ്കിലും ആയാൽ പോരാ, കളക്ഷൻ വെൽ ഡിഫൈൻഡ് ആയിരിക്കണം. വെൽ ഡിഫൈൻഡ് കളക്ഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് സെറ്റ്. ഇനി നമ്മൾ സെറ്റിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന മെത്തേഡുകൾ, അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എങ്ങനെയാണ് സെറ്റിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് എന്നാണ് നമുക്ക് ഇനി നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ പറയുന്നത് സെറ്റിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന മെത്തേഡ്. സെറ്റിനെ മെയിനായിട്ട് 2 മെത്തേഡിലാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് മെത്തേഡിൻ്റെ പേര് ഇതാണ്, റോസ്റ്റർ ഫോം ഓർ ടാബുലാർ മെത്തേഡ്. റോസ്റ്റർ ഫോം അല്ലെങ്കിൽ ടാബുലാർ മെത്തേഡ് എന്നാണ്, അല്ലെങ്കിൽ റോസ്റ്റർ മെത്തേഡ് എന്നും പറയാം. നമ്മൾ സെറ്റിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ എക്സാമ്പിളായിട്ട് നമ്മൾ പറഞ്ഞായിരുന്നു വവൽസിൻ്റെ കളക്ഷനെ കുറിച്ച് പറഞ്ഞായിരുന്നു. നമുക്കറിയാം വവൽസിൻ്റെ കളക്ഷൻ ഏതൊക്കെയാണ്? എ, ഇ, ഐ, ഒ, യു. നമ്മൾ ഈ കളക്ഷനെ എപ്പോഴും നമ്മളൊരു ക്യാപിറ്റൽ ലെറ്റർ കൊണ്ടാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്. സെറ്റിനെ എപ്പോഴും നമ്മൾ യൂഷ്വലി സെറ്റിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് എന്താണ്? ക്യാപിറ്റൽ കേസ് ലെറ്റേഴ്സ് ഉപയോഗിച്ചാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ കളക്ഷനെ, ഇത് എന്തിൻ്റെ കളക്ഷനാണെന്നാണ് പറഞ്ഞ്, ഇത് വവൽസിൻ്റെ കളക്ഷനാണ്. ഈ കളക്ഷന് നമ്മളൊരു പേര് കൊടുക്കുന്നു. വേണമെങ്കിൽ വി എന്ന് തന്നെ കൊടുക്കാം. വവൽ സൗണ്ട് വി എന്ന് തന്നെ, ക്യാപിറ്റൽ വി എന്ന് തന്നെ വിളിച്ചു. എന്നിട്ട് നമ്മൾ ഈ കളക്ഷനെ ഇതുപോലൊരു ബ്രാക്കറ്റിൽ നമ്മൾ എൻക്ലോസ് ചെയ്യും. അതിന് ബ്രേസസ് എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ സെറ്റ് ബ്രാക്കറ്റ് എന്ന്. അതായത് ഈ മെത്തേഡിനകത്ത് എന്ത് ചെയ്യുന്ന, എലമെന്റ്സിനെ കോമയിട്ട് സെപ്പറേറ്റ് ചെയ്ത്, എലമെന്റ്സ് ആർ സെപ്പറേറ്റഡ് ബൈ കോമാസ് ആൻഡ് എൻക്ലോസ് ദെം ഇൻ സെറ്റ് ബ്രാക്കറ്റ്. അപ്പോൾ എലമെന്റ്സിനെ കോമയിട്ട് സെപ്പറേറ്റ് ചെയ്ത് എഴുതുന്ന മെത്തേഡാണെന്ന് പറയുന്ന ടാബുലാർ മെത്തേഡ് അല്ലെങ്കിൽ റോസ്റ്റർ ഫോം എന്ന് പറയും. പിന്നെ ഇതിനകത്ത് അറിയേണ്ട 2 സിമ്പിൾസ് ഉണ്ട്. അതായത് ഇവിടെ നമ്മൾ നോക്കിയാൽ എ എന്ന് പറയുന്നത്, സ്മോൾ ലെറ്റർ എ എന്ന് പറയുന്നത് ഈ വി എന്നുള്ള സെറ്റിൽ ഒരു എലമെന്റ് ആണ്. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം, എ ഈസ് ആൻ എലമെന്റ് ഓഫ് വി. ഈ സിമ്പിളാണ്, ഈ സിമ്പിൾ എപ്സിലോൺ എന്നൊക്കെ പറയാറുണ്ട് ഈ സിമ്പിളിനെ. അപ്പോൾ ഇതാണ് നമ്മൾ എന്തെന്ന് വായിക്കുന്നത്, ഇങ്ങനെയാണ് വായിക്കുന്നത്. അങ്ങനെ സ്മോൾ ലെറ്റർ എ ഈസ് ആൻ എലമെന്റ് ഓഫ് വി, ഈസ് ആൻ എലമെന്റ് ഓഫ് വി. ഇത് വായിക്കുന്നത് എന്താണ്? ഈസ് ആൻ എലമെന്റ് ഓഫ്. ഈ സിമ്പിൾ വായിക്കുന്നത് ഈസ് ആൻ എലമെന്റ് ഓഫ് എന്നാണ് ഈ സിമ്പിൾ. അല്ലെങ്കിൽ ബിലോങ്സ് ടു എന്നും പറയാം. ബിലോങ്സ് ടു നമ്മൾ അറിഞ്ഞിരിക്കണം. ഈസ് ആൻ എലമെന്റ് ഓഫ് അല്ലെങ്കിൽ ബിലോങ്സ് ടു എന്നാണ് ഈ സിമ്പിൾ നമ്മൾ വായിക്കുന്നത്. ഇങ്ങനെ എഴുതുന്ന ആ ഒരു സി പോലെ എഴുതിയിട്ട് അതൊരു കൂടെ കൊടുത്താൽ മതി. അതുപോലെ ഇവിടെ നമ്മൾ നോക്കിയപ്പോൾ കെ എന്നൊരു എലമെന്റ് നമുക്ക് കാണാൻ കഴിയുന്നില്ല. കെ എന്നൊരു എലമെന്റ് ഇവിടെ ഉണ്ടോ? ഇല്ല. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം, കെ ഈസ് നോട്ട് ആൻ എലമെന്റ് ഓഫ് വി. കെ ഈസ് നോട്ട്, എങ്ങനെ വായിക്കുന്നത്? കെ ഈസ് നോട്ട് ആൻ എലമെന്റ് ഓഫ് വി. അതായത് കെ എന്ന എലമെന്റ് ഈ സെറ്റിൽ ഇല്ല. ഉണ്ടോ? ഇല്ലല്ലോ. അതുകൊണ്ട് അല്ലെങ്കിൽ വായിക്കാം, കെ ഡസ് നോട്ട് ബിലോങ്സ് ടു, കെ ഡസ് നോട്ട് ബിലോങ്സ് ടു വി എന്ന് നമുക്ക് വായിക്കാം. ഡസ് നോട്ട് ബിലോങ്സ് ടു അല്ലെങ്കിൽ നോട്ട് ആൻ എലമെന്റ് ഓഫ് എന്ന് വായിക്കാൻ കഴിയും. അപ്പോൾ നമ്മൾ അറിയേണ്ടത് ഈ 2 സിമ്പിൾസ്, ഇത് ഈസ് ആൻ എലമെന്റ് ഓഫ്, ഇത് നോട്ട് ആൻ എലമെന്റ് ഓഫ്, അല്ലെങ്കിൽ ബിലോങ്സ് ടു അല്ലെങ്കിൽ ഡസ് നോട്ട് ബിലോങ്സ് ടു എന്നാണ് ഈ സിമ്പിൾ നമ്മൾ വായിക്കുന്നത്. അപ്പോൾ അതറിഞ്ഞിരിക്കണം. ഇത് ഈക്വൽ ആണെന്ന് നമുക്കറിയാം. അതേപോലെ നമ്മൾ നോട്ട് ഈക്വൽ എന്ന് പറയത്തില്ലേ, ഈക്വലും നോട്ട് ഈക്വലും. അതുപോലെ ബിലോങ്സ് ടു, ഡസ് നോട്ട് ബിലോങ്സ് ടു. ഇതുപോലെ ഈ സിമ്പിൾ തന്നെ നമ്മൾ ബിലോങ്സ് ടു സിമ്പിൾ എഴുതി ഒരു വെട്ടുന്നു, അല്ലെ, അത് ക്രോസ് ചെയ്യുന്നു. അതാണ് എന്താ ഡസ് നോട്ട് ബിലോങ്സ് ടു എന്ന് പറയുന്നത്. അപ്പോൾ ആ കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. അപ്പോൾ അതാണ് ടാബുലർ മെത്തേഡ് അല്ലെങ്കിൽ റോസ്റ്റർ ഫോം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞത് സെറ്റ്. അപ്പോൾ ആ സെറ്റിൻ്റെ ഡെഫിനിഷൻ ഞാൻ ആദ്യം എഴുതിയായിരുന്നു. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്
ആ ഡെഫിനിഷൻ എഴുതിയ സമയത്ത് നിങ്ങൾ നോട്ട്ബുക്ക് എടുത്തിട്ട് ആ ഡെഫിനിഷൻ ഒന്ന് നോട്ട് ചെയ്യണം. എന്താ? എ സെറ്റ് ഈസ് എ വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് ഒബ്ജക്ട്സ്. അതാണ് സെറ്റ് എന്താണെന്നുള്ളത്. അപ്പോൾ സെറ്റ് എന്ന ഹെഡിങ് എഴുതിയിട്ട് സെറ്റ് ഈസ് എ വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് ഒബ്ജക്ട്സ് ആണ് നമ്മൾ ആദ്യം നോട്ട്ബുക്കിൽ എഴുതേണ്ടത്. പിന്നെ എഴുതണം സെറ്റ്സ് ആർ യൂഷ്വലി ഡിനോട്ടഡ് ബൈ ക്യാപിറ്റൽ കേസ് ലെറ്റേഴ്സ്. സെറ്റിന് നമ്മൾ സാധാരണ ക്യാപിറ്റൽ കേസ് ലെറ്റേഴ്സ് കൊണ്ട് ഡിനോട്ട് ചെയ്യും. പിന്നെ അത് കഴിഞ്ഞ് നിങ്ങൾ എഴുതേണ്ട നോട്ട്ബുക്കിൽ എഴുതേണ്ടത് ഇതിങ്ങനെയാണ്: റെപ്രസെൻറ്റേഷൻ ഓഫ് സെറ്റ്സ് എന്ന് ഹെഡിങ് എഴുതണം. റെപ്രസെൻറ്റേഷൻ ഓഫ് സെറ്റ്സ്. എന്നിട്ട് അതിൽ ഫസ്റ്റ് വൺ റോസ്റ്റർ ഫോം ഓർ ടാബുലാർ മെത്തേഡ് എന്ന് എഴുതണം. റോസ്റ്റർ ഫോം ഓർ ടാബുലാർ മെത്തേഡ് എന്ന് എഴുതിയിട്ട് അണ്ടർലൈൻ ചെയ്തിട്ട് ഇനി ഈ പറയുന്ന കാര്യമാണ് എഴുതേണ്ടത്. ഇൻ ദിസ് മെത്തേഡ് എലമെൻറ്റ്സ് ആർ സെപ്പറേറ്റഡ് ബൈ കോമാസ് ആൻഡ് ആർ എൻക്ലോസ്ഡ് ഇൻ സെറ്റ് ബ്രാക്കറ്റ് ഓർ ബ്രേസസ്. അതാണ് അതിൻ്റെ താഴെ എഴുതേണ്ടത്. എന്നിട്ട് എക്സാമ്പിൾ എന്ന് എഴുതിയിട്ട് നിങ്ങൾ ഇത് തന്നെ എഴുതാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരെണ്ണം എഴുതാം. എക്സാമ്പിൾ V = AEIOU എന്ന് എഴുതണം. പിന്നീട് നിങ്ങൾ എഴുതേണ്ടത് അതിൻ്റെ താഴെ ഇങ്ങനെ എഴുതണം: ഇഫ് A smaller tray is an element of a set V, capital V is denoted as or written as the I symbol A belongs to V എന്ന് എഴുതണം. And K is not of an element of V or does not belongs to V is written as the I symbol K does not belongs to V. ഇങ്ങനെ എഴുതി വെക്കും. അപ്പോൾ ഇത്രയാണ് അതിനകത്ത് നമ്മൾ ആ നോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് പ്രോബ്ലം ചെയ്യണമെങ്കിൽ നമ്മൾ ഇതുപോലെ ഇനി അടുത്ത ഒരു മെത്തേഡുണ്ട്. ആ മെത്തേഡും കൂടെ പഠിച്ച് കഴിഞ്ഞതിന് ശേഷമേ നമുക്ക് പ്രോബ്ലം ഒക്കെ വരത്തുള്ളൂ. അപ്പോൾ കുറച്ച് പുതിയ ടേംസ് ആണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് നന്നായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം പ്രോബ്ലം ഒക്കെ എളുപ്പമാണ്, നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് പോകാം. അപ്പോൾ ഫസ്റ്റ് മെത്തേഡ് കഴിഞ്ഞു. ഇനി നമുക്ക് സെക്കൻഡ് മെത്തേഡിലേക്ക് പോകാം. അപ്പോൾ സെറ്റിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന സെക്കൻഡ് മെത്തേഡിൻ്റെ പേരാണ്, സെക്കൻഡ് മെത്തേഡിൻ്റെ പേര് ഇങ്ങനെയാണ്: റൂൾ മെത്തേഡ് ഓർ സെറ്റ് ബിൽഡർ ഫോം എന്ന് പറയും. റൂൾ മെത്തേഡ് ഓർ സെറ്റ് ബിൽഡർ ഫോം. അപ്പം എന്താണ് റൂൾ മെത്തേഡ് അല്ലെങ്കിൽ സെറ്റ് ബിൽഡർ ഫോം? നമ്മൾ ഇപ്പോൾ എഴുതിയ എക്സാമ്പിൾ, നമ്മൾ കഴിഞ്ഞ ടാബുലർ മെത്തേഡ് ഒരു എക്സാമ്പിൾ എഴുതി, വവൽസിന്റെ കളക്ഷൻ എഴുതി. V AEIOU എന്നൊരു കളക്ഷൻ നമ്മൾ എഴുതി. ഈ കളക്ഷൻ തന്നെ നമ്മൾ മറ്റൊരു രീതിയിൽ റെപ്രസെന്റ് ചെയ്യുന്നു. അതായത് ഇതൊരു സെറ്റാണ്. ഈ സെറ്റിലെ എലമെന്റ്സിന് ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടി നമ്മൾ ഡിഫൈൻ ചെയ്യുന്നതിനാണ് എന്ന് പറയുന്നത് റൂൾ മെത്തേഡ് അല്ലെങ്കിൽ സെറ്റ് ബിൽഡർ ഫോം എന്ന് പറയും. ഒരു സെറ്റ് ബിൽഡ് ചെയ്യുന്ന ആ ഫോം അല്ലെങ്കിൽ ഒരു റൂൾ ആയിരിക്കും. അതെങ്ങനെയാണെന്ന് നോക്കാം. ഈ സെറ്റ് തന്നെയാണ് ഞാൻ ഈ മെത്തേഡിലേക്ക് മാറ്റുന്നത്. അപ്പോൾ V പേര് അത് തന്നെയാണ്, പേരിന് മാറ്റമൊന്നുമില്ല. ഇവിടെ നിൽക്കുന്ന ഓരോ എലമെന്റുകളെയും ഞാൻ പറയുന്നു എക്സ് എന്ന് അസ്യൂം ചെയ്യുന്നു. എക്സിന്റെ വാല്യൂസ് ആണ് A, എക്സിന്റെ വാല്യൂ ആണ് E, എക്സിന്റെ വാല്യൂ ആണ് I, എക്സിന്റെ വാല്യൂ ആണ് O, എക്സിന്റെ വാല്യൂ ആണ് U. അപ്പോൾ ആ എലമെന്റ്സിന്റെ എല്ലാം ഞാൻ ജനറൽ ആയിട്ട് എക്സ് എന്ന് വിളിക്കുന്നു. അപ്പോൾ ഇവിടെ എല്ലാം എക്സുകളാണ്. ആര്? ഈ നിൽക്കുന്നതെല്ലാം എക്സുകളാണ്. സച്ച് ദാറ്റ് ഇങ്ങനെ എഴുതി നമ്മൾ വായിക്കുന്നത്, സെറ്റിനകത്ത് വായിക്കുന്നത് സച്ച് ദാറ്റ്. ഇങ്ങനെ വേണമെന്നില്ല, ഇങ്ങനെ ഒരു വര വരച്ചാൽ നമ്മൾ വായിക്കുന്നത് എന്താ? സച്ച് ദാറ്റ് എന്ന് വായിക്കും. എക്സ് സച്ച് ദാറ്റ്. ഇനി എന്താണെന്ന് പറയാൻ പോവാ. എക്സ് എന്താണ്? എക്സ് ഈസ് എ വവൽ ഇൻ ദ ഇംഗ്ലീഷ് ആൽഫബറ്റ്. ഇൻ ദ ഇംഗ്ലീഷ് ആൽഫബറ്റ്. ശരിയല്ലേ? നോക്കൂ, ഇപ്പൊ എന്താണ് എഴുതിയിരിക്കുന്നത്? ഈ സെറ്റ് ഇതും V ആണ്, ഇതും V ആണ്. നിങ്ങൾ ഈ സെറ്റ് നോക്കിയാൽ വായിക്കുമ്പോൾ എന്താണോ മനസ്സിലാകുന്നത് അത് നോക്കി ഇത് തന്നെ ആയിരിക്കും. കാരണം എന്താ? ഇതെന്താ എഴുതിയിരിക്കുന്നത്? ഇത് വായിക്കുന്നത് എങ്ങനെയാണ്? ഇത് വായിക്കുന്നത് എങ്ങനെയാണ്? ശ്രദ്ധിക്കണം. സെറ്റ് ഓഫ് ഓൾ എക്സ്. ഈ നിൽക്കുന്ന സെറ്റിലെ എല്ലാ എലമെന്റുകളും എക്സുകളാണ്. സച്ച് ദാറ്റ് എങ്ങനെയെന്നാൽ എക്സ് ഈസ് എ വവൽ. ആ എക്സ് എന്ന് പറയുന്നത് വവലാണ്. എവിടുത്തെയാ? ഇൻ ദ ഇംഗ്ലീഷ് ആൽഫബറ്റ്. ഇംഗ്ലീഷ് ആൽഫബറ്റിലെ വവൽസ് ആണ് എന്ന് പറഞ്ഞാൽ ഈ സെറ്റിൽ നിൽക്കുന്ന എക്സ് എന്ന ഞാൻ ആരാണ്? ഞാനൊരു വവലാണ്. ഇംഗ്ലീഷ് ആൽഫബറ്റിലെ ഒരു വവൽ ആണ് എന്നാണ് എക്സ് പറയുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ എക്സിന് ഏതൊക്കെ പോസിബിൾ വാല്യൂസ് നമുക്ക് വരാൻ പറ്റും? ഇവിടെ എക്സിന് വരാൻ പറ്റുന്ന വവലാണെങ്കിൽ എക്സിന് A വരാം, E വരാം, I വരാം,
O വരാം, U വരാം എന്ന് പറഞ്ഞാൽ ഈ എലമെന്റ് തന്നെയായിരിക്കും വരുന്നത്. പക്ഷേ ആ എലമെന്റ് അല്ല നമ്മളിവിടെ കാണുന്നത്, ആ എലമെന്റിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടിയാണ് ഇവിടെ ഡിഫൈൻ ചെയ്തേക്കുന്നത്. അപ്പോൾ ആ മെത്തേഡിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, റൂൾ മെത്തേഡ് അല്ലെങ്കിൽ സെറ്റ് ബിൽഡർ ഫോം എന്ന് പറയുന്നത്. എന്താണ്, എലമെന്റ്സിന്റെ ഒരു നേച്ചർ, അതിൻ്റെ ഒരു സ്വഭാവം മാത്രം ഇവിടെ പറയും, ഡിഫൈൻ ചെയ്യും. അതിൻ്റെ പ്രോപ്പർട്ടി, ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടി ഇവിടെ ഡിഫൈൻ ചെയ്യും. അതാണ് നമ്മൾ എന്ത് മെത്തേഡ് എന്ന് പറയുന്നത്, റൂൾ മെത്തേഡ് അല്ലെങ്കിൽ സെറ്റ് ബിൽഡർ ഫോം എന്ന് പറയുന്നത്. റൂൾ അവിടെ പറയുകയാണ്, അല്ലെങ്കിൽ സെറ്റ് ബിൽഡ് ചെയ്യാനുള്ള ഒരു ഫോം പറയുകയാണ്. അതാണ് സെറ്റ് ബിൽഡർ ഫോം എന്ന് പറയുന്നത്. അവിടെ എലമെന്റ്സിന് നമുക്ക് കാണാൻ പറ്റത്തില്ല. ഇവിടെ നോക്കിയാൽ എന്തൊക്കെ എഴുതിയിട്ടുണ്ട്, പക്ഷേ നമ്മളിവിടുത്തെ എലമെന്റ്സ് ആക്ച്വലി ഇത് വായിച്ച് നോക്കി എഴുതുമ്പോൾ ഈ എലമെന്റാണ് വരുന്നത്. ഈ എലമെന്റിനെ അല്ല നമ്മളിവിടെ കാണുന്നത്, അതിൻ്റെ സ്വഭാവമാണ് അവിടെ പറഞ്ഞേക്കുന്നത്, നേച്ചറാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ആക്ച്വലി രണ്ടും ഒന്ന് തന്നെയാണ്, പക്ഷേ എക്സ്പ്രസ് ചെയ്ത മെത്തേഡിന് വ്യത്യാസമുണ്ട്. അതാണ് റൂൾ മെത്തേഡ് അല്ലെങ്കിൽ എന്തെന്ന് പറയുന്നത്, സെറ്റ് ബിൽഡർ ഫോം. അപ്പോൾ ഇങ്ങനെ മെയിനായിട്ട് രണ്ട് രീതിയിലാണ് നമ്മൾ സെറ്റിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ സെക്കൻഡ് മെത്തേഡ്, അപ്പോൾ നിങ്ങൾ നോട്ട്ബുക്കിൽ രണ്ടാമത്തെ മെത്തേഡ് ഏതാണ്, റൂൾ മെത്തേഡ് അല്ലെങ്കിൽ ഓർ സെറ്റ് ബിൽഡർ ഫോം എന്ന് എഴുതുക. അതിനുശേഷം അതിൻ്റെ ഡെഫിനിഷൻ ഇതുപോലെ എഴുതുക. ഇൻ ദിസ് മെത്തേഡ് വി സ്പെസിഫൈ ദ സെറ്റ് ബൈ stating the single common property that every element of the set is satisfied and which is not satisfied by an element outside a set. അപ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്ന ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യാത്ത ഒരു എലമെന്റ് പോലും ആ സെറ്റിൽ ഉണ്ടാവില്ല, അല്ലാത്ത ഒരു എലമെന്റ് കാണത്തില്ല. ആ പറഞ്ഞിരിക്കുന്ന പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്ന എലമെന്റ് മാത്രമേ ആ കളക്ഷനകത്ത് ഉണ്ടാകൂ. അവിടെ ഒരു ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടി ഡിഫൈൻ ചെയ്യും. അപ്പോൾ നിങ്ങൾ ഇത് നോട്ട്ബുക്കിൽ ഇതുപോലെ എഴുതണം. അപ്പോൾ എഴുതുന്ന സമയത്ത് വീഡിയോ പോസ് ചെയ്യുക, അത് നോക്കി നിങ്ങൾ നോട്ട് കറക്റ്റായിട്ട് എഴുതുക. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞതിനകത്ത് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിനകത്ത് നിങ്ങൾ എഴുതേണ്ടത്, ആ വീഡിയോയിൽ നിങ്ങൾ നോക്കി അത് വീഡിയോ പോസ് ചെയ്ത് എഴുതേണ്ട കാര്യങ്ങൾ, ഒന്ന് സെറ്റ് എന്താണ്, വെൽ ഡിഫൈൻഡ് കളക്ഷൻ ആണെന്നുള്ള കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു തന്നു, അത് എഴുതണം. പിന്നെ റെപ്രസെൻറ്റേഷൻ ഓഫ് സെറ്റ്സ്, അതിലെ ഫസ്റ്റ് വൺ ഏതായാലും നമ്മൾ പറഞ്ഞ റോസ്റ്റർ ഫോം അല്ലെങ്കിൽ ടാബുലാർ മെത്തേഡ്, അത് എഴുതണം, അതിൻ്റെ ഡെഫിനിഷൻ എഴുതണം. അത് ബോർഡിലുണ്ടായിരുന്നു. രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ഏതായിരുന്നു, റൂൾ മെത്തേഡ് അല്ലെങ്കിൽ സെറ്റ് ബിൽഡർ ഫോം, ഇത് എഴുതുക. പിന്നെ ആ സിമ്പിളിൻ്റെ കാര്യം പറഞ്ഞായിരുന്നു, ബിലോങ്സ് ടു അല്ലെങ്കിൽ നോട്ട് ആൻ എലമെന്റ് ഓഫ് എന്ന് പറഞ്ഞായിരുന്നു. ഇനി ഒരു കാര്യം കൂടെ പറയാം. നമ്മൾ പറഞ്ഞ ഫസ്റ്റ് മെത്തേഡിൽ നമ്മളിപ്പോൾ ഒരു വേർഡ്, മാത്തമാറ്റിക്സ് എന്നുള്ള വേർഡിനെ നമുക്ക് ടാബുലാർ മെത്തേഡിൽ എഴുതാൻ പറഞ്ഞാൽ, മാത്തമാറ്റിക്സ് എന്നുള്ള ആ വേർഡിനെ ടാബുലാർ മെത്തേഡിൽ എഴുതാൻ പറയുകയാണ്. നമ്മൾ എങ്ങനെ എഴുതുന്നു നോക്കാം. മാത്തമാറ്റിക്സ് ആണ്, നമുക്കറിയാം, MATHEMATICS. ഇതിന് നമ്മൾ ഏത് മെത്തേഡിലാണ്, ടാബുലാർ മെത്തേഡിൽ എഴുതാൻ പറഞ്ഞാൽ നമ്മൾ എന്താ പറഞ്ഞിരിക്കുന്നത്, ഈ വേർഡിലെ ലെറ്റേഴ്സിന് ടാബുലാർ മെത്തേഡിൽ എഴുതാൻ പറഞ്ഞാൽ നമ്മളിങ്ങനെ എഴുതും. സെറ്റ് M എഴുതി, A എഴുതി, T എഴുതി, H എഴുതി, E എഴുതി. പക്ഷെ ഇനി നമ്മൾ M എഴുതത്തില്ല. നമ്മൾ പറഞ്ഞു ആ മെത്തേഡിൽ ഒരു എലമെന്റ് ഒരു തവണയും നമ്മൾ എഴുതാത്തുള്ളൂ. അപ്പോൾ ഇനി M വേണ്ട, പിന്നെ ഇനി എയും വേണ്ട, ഇനി ടിയും വേണ്ട, ഇനി I വേണം, കാരണം T ഇവിടെ എഴുതി കഴിഞ്ഞു. I, ഇനി C, S. അപ്പോൾ മാത്തമാറ്റിക്സ് എന്നുള്ള വേർഡിലെ ലെറ്റേഴ്സിനെ നമ്മൾ ടാബുലാർ ഫോമിൽ കൺവേർട്ട് ചെയ്ത് എഴുതുമ്പോൾ ഇങ്ങനെ ഇരിക്കും മാത്തമാറ്റിക്സ്, കേട്ടോ. ഇനി വേറൊരു പ്രത്യേകതയുണ്ട്. ഇതിൽ എലമെൻസിൻ്റെ ഓർഡർ ഇമ്മെറ്റീരിയലാണ്. ഓർഡർ ഇമ്മെറ്റീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓർഡറിന് ഇമ്പോർട്ടൻസ് ഇല്ല. അതായത് എലമെൻസിന് നമുക്ക് ഓർഡർ ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ തിരിച്ചു മറിച്ചൊക്കെ എഴുതാം. M വേണമെങ്കിൽ രണ്ടാമത് എഴുതാം, A ആദ്യം എഴുതാം, AM, പിന്നെ വേണമെങ്കിൽ H, T, E, CIS. ഇതും മാത്തമാറ്റിക്സ് തന്നെയാണ്, കേട്ടോ. ഇതും മാത്തമാറ്റിക്സ് തന്നെയാണ്. കാരണം ഇതിൻ്റെ ഓർഡർ, ലെറ്റേഴ്സിന് ഓർഡർ ഒന്നുമില്ല, ആ ഓർഡറിന് ഇമ്പോർട്ടൻസ് ഇല്ല. അപ്പോൾ നമ്മളിവിടെ വവൽസ് എഴുതി AEIOU എന്ന് എഴുതിയാലും EAIOU എന്ന് എഴുതിയാലും അല്ലെങ്കിൽ AEUOI എന്ന് എഴുതിയാലും എല്ലാം സെയിം ആണ്. ഓർഡറിന് ഇമ്പോർട്ടൻസ് ഇല്ല. എലമെൻറ്റ്സ് റിപ്പീറ്റ് ചെയ്യരുത്, കോമയിട്ട് എലമെൻറ്റ്സ് എഴുതുന്നു. അതാണ് നമ്മളെ ടാബുലാർ മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങൾ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ മനസ്സിലായാലേ ആ വീഡിയോ വീണ്ടും വീണ്ടും കാണുക, എന്നിട്ട് ഞാൻ പറഞ്ഞ ആവശ്യമുള്ള നോട്ടുകൾ എഴുതി വെക്കുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇത്രയും കൊണ്ട് അവസാനിപ്പിക്കാം. അപ്പോൾ ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ ഇടാം. ഓക്കെ, നന്ദി.